ഗായ്സ് അന്ന് നമ്മൾ പുതിയ വീഡിയോകൾ കാണാനാണ് വന്നിട്ടുള്ളത് കേട്ടോ. എൻ്റെ ഫുൾ ശരിയാക്കായിട്ടു നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് ഞാൻ മീനെ നോക്കാൻ പോകട്ടോ. ഞാൻ മീനെ കാണിക്കാൻ തന്നെ ഫസ്റ്റ് വന്നു. നമ്മളില്ലേ, ഞാൻ കുറേ മുമ്പ് നമ്മളെ ആദ്യത്തെ സോപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സോപ്പാണ് ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോ കാണിച്ചാൽ മറന്നെങ്കിൽ സംഗതി നമ്മൾ അങ്ങോട്ട് മറന്നു പോയിട്ടോ. എന്നാലും സോപ്പിൻ്റെ ഇപ്പോൾ കാണിച്ചാറുണ്ട. ഞാൻ അവിടുന്ന് പോകുന്നപ്പോൾ എന്നെ പേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മണ്ടി ഇവിടെ എത്തി. അതുകൊണ്ടാണ് ഞാൻ സോപ്പിൻ്റെ ഇപ്പോൾ കാണിച്ചു തരാത്തത്. രാവിലെ ആയാലും നമുക്കൊരു ഇതുണ്ടാവും കേട്ടോ. ഒറ്റയ്ക്ക് പോകുമ്പോഴൊരു ഫീലിങ് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. രാവിലെ നീച്ച് നമ്മൾ ഇത് അരൂത്തിരിക്കുന്നൊരു സംഭവം. ഇത് എനിക്കറിയിൻ്റെ പേര്. ഇത് നല്ല നടുവിലിരിക്കുന്നത് കണ്ടോ. നമ്മൾ എത്ര പൂവിട്ടിട്ടുണ്ടാവണം. കുറേ ദിവസം വാടിക്കുന്നതിന്. പിന്നെ ഇപ്പം ഉണ്ടായപ്പോൾ നല്ല ഏപ്പയാണ്. നമുക്ക് നല്ല ഏപ്പയും കാര്യങ്ങളൊക്കെ ആയി. നല്ല വാടിയിട്ടുണ്ടേനി. ഇത് നമ്മൾ പ്രതീക്ഷിച്ചില്ലേനി തോന്നലാവുമെന്ന്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് കുറേ പൂവിട്ടപ്പോൾ നമുക്കൊരു ഏപ്പി കൂടിയും തോന്നി. അപ്പോൾ ഇതാ അവിടെ പച്ചപ്പൊക്കെ നിറഞ്ഞത് മരം നടുവിലിരിക്കണ കണ്ടിട്ട് ഇതാണ് വലുതാക്കിയേക്കാണ്. അതാണ് എനിക്കിത് വലുതായി കാണാൻ പറ്റുന്നത്. അറിയാതാക്കി പോയതാണ്, നമുക്കറിയില്ലല്ലോ. നേരത്തെ കാക്കക്കൂട്ടുണ്ടേന്. അപ്പം ഞങ്ങൾക്ക് ഞാൻ വിചാരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടേനെ. ഷോർട്ടിലാണ് ഇട്ടിട്ടത്. ഇത് ഫുൾ വീഡിയോയിലാണ്. ഇതും ഞാൻ ഷോർട്ടിൽ തന്നെ ഇടണേ. പക്ഷെ ഫുൾ വീഡിയോൻ്റെ പോലെ ഞാനിതിനെ ഫീഡ് എന്നിട്ട് കുറച്ചിട്ടുണ്ട് സംഗതി. അത് കാരണമാണ് എനിക്ക് തോന്നുന്നു ഇത്ര നേരവും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ എല്ലാതും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ബർപ്പിൻ്റെ മേലേന് കാക്കക്കൂട്ടാളും ഉള്ളത്. കാക്കക്കുട്ടലുണ്ടോയെന്ന് അറിയുന്നില്ല. ഇപ്പം ഞാൻ മരത്തിൻ്റെ സൈഡിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടായിരുന്നാലും ക്രോ എന്ന് പറഞ്ഞ് കയറി ഉണ്ടാവും. നേരത്തെ നല്ല പഞ്ഞിനത് പറക്കണ കാണാതായിപ്പോയല്ലോ. നമ്മളൊരു ആ പറക്കുമ്പോഴാണ് വേറെ ലെവലാണ് എൻ്റെ പഞ്ഞിട്ട. പറഞ്ഞില്ലല്ലോ മറ്റേ കാക്ക അതാ അവിടെ കേട്ടിക്കണേ. പാവം കാക്കാല്ലേ. എന്നെ ഞാൻ ഫുഡ് എടുക്കുന്ന എല്ലാ കാക്കകൾക്കും നമ്മൾ ജീവികൾക്കായെങ്കിലും ജീവികൾക്കായെങ്കിലും നമ്മളെ ഫുഡ് എടുത്തിട്ട് വേണം. നമ്മളെ വിശപ്പ് നമുക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ. ഒരു ദിവസം തന്നെ നമുക്ക് കഴിക്കാമെന്നപ്പോൾ വിശപ്പ് മനസ്സിലായി. അപ്പം നമ്മളെ ജീവികളെ വിശപ്പ് എന്താ മനസ്സിലാക്കാത്തന്നല്ലേ. അതാണ് നിങ്ങളെ മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയിട്ടാണെങ്കിൽ പിന്നെ കാക്കകൾക്ക് കൊടുക്കാത്തന്നാരും വിഷമമെന്ന് ഞാൻ പറഞ്ഞത്. ഒരു വിഷമമൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഒരു ജീവികൾക്കാണെങ്കിൽ നമ്മൾ ഫുഡ് എടുത്തെങ്കിൽ അവരെ പറഞ്ഞേക്കണം. അത് അവരെ സന്തോഷത്തിന് നല്ലതാണ്, നമ്മളെ സന്തോഷത്തിന്. അപ്പം ആ നന്ദി നമുക്ക് കിട്ടുമല്ലോ. എന്നും കൊടുക്കുന്നതായിക്കൊണ്ട് ഇന്ന് കൊടുക്കാത്തതുകൊണ്ട് ഇന്ന് ഇരപ്പം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല.